ഫലസ്തീനികളുടെ മനോധൈര്യവും വംശഹത്യ നടത്തുന്നവരുടെ ദൗർബല്യവും ഈ ഒരൊറ്റ ചിത്രത്തിൽ കാണാം. വെള്ളക്കോട്ടിട്ട് തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൂടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുകയാണ് ഒരു മനുഷ്യൻ. 51കാരനായ ഡോക്ടറാണ് അദ്ദേഹം. എന്തു വന്നാലും ഞാൻ എൻ്റെ ആശുപത്രി വിടില്ല, എൻ്റെ ജനങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടന്നെടുക്കുന്നത് ഇസ്രായേലിൻ്റെ ടാങ്കറുകൾ വളഞ്ഞ ഒരു പ്രദേശത്തേക്കാണ്. വടക്കൻ ഗസയിലെ അവസാനത്തെ ആശുപത്രിയായ കമാൽ അദ്വാൻ ആശുപത്രിയുടെ ജനറൽ ഡയറക്ടറും ശിശുരോഗ വിദഗ്ധനുമായ ഡോക്ടർ ഹുസാം അബു സഫിയയുടെ അവസാന ഫോട്ടോ പുറത്തു വന്നിരിക്കുകയാണ്. ഇസ്രായേൽ തടവിലാക്കുന്നതിനു മുൻപ് ക്യാമറയിൽ പതിഞ്ഞൊരു ചിത്രം. ഇസ്രായേൽ സൈന്യം കമാൽ അദ്വാന്റെ മതിലുകൾ തകർത്ത് മുന്നോട്ട് വന്നപ്പോഴും വിരൽ ചൂണ്ടി ഹുസാം അബു സഫിയ പറഞ്ഞത് ഞാൻ എൻ്റെ ആശുപത്രി വിടില്ലെന്നാണ്. ഒളിച്ചോടുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്തില്ല. ഈ ചിത്രത്തിലേക്ക് നോക്കൂ. അദ്ദേഹം ആക്രമണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല, തെല്ലും ഭയമില്ലാതെ അതിലേക്ക് നടന്നെടുക്കുകയാണ്. ടാങ്കറുകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന് നേരെ തൻ്റെ വൈറ്റ് കോട്ടുമിട്ട് നടന്നു നീങ്ങുന്ന അദ്ദേഹം കൊല്ലപ്പെട്ടവരും പോരാടുന്നവരുമായ നിരവധി ഫലസ്തീനികളുടെ പ്രതിനിധിയാണ്. ഒരിക്കലും ഓടിപ്പോകില്ല. എൻ്റെ ജനങ്ങൾക്കൊപ്പം ഞാനുണ്ടാകും. ഗസ ഞങ്ങളുടെ മാതൃഭൂമിയാണ്, ഞങ്ങളുടെ മാതാവാണ്, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എല്ലാവുമാണ്. ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും പോലെ ഗസയിലെ ജനങ്ങൾക്കും സ്വാതന്ത്ര്യം വേണം. ഇവിടെ ഈ ആശുപത്രിയിൽ തുടരുന്നതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നറിയാം. എങ്കിലും അവസാനം വരെയും ഇവിടം വിട്ടു പോകില്ല. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയിൽ ഡോക്ടർ ഹുസാം പറയുന്നത് ഇങ്ങനെയാണ്. അബു എലിയാസ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. 1973 നവംബർ 21 വടക്കൻ ഗസ മുനമ്പിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ചു. 1948 അഷ്കലോൺ ജില്ലയിലെ ഫലസ്തീൻ പട്ടണമായ ഹമാമയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. പീഡിയാട്രിക്സിലും നിയോനറ്റോളജിയിലും ബിരുദാനന്തര ബിരുദവും ഫലസ്തീൻ ബോർഡ് സർട്ടിഫിക്കേഷനും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഒക്ടോബർ 5 വടക്കൻ ഗസ മുനമ്പിൽ ഇസ്രായേൽ സൈന്യം വിനാശകരമായ ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് കമാൽ അദ്വാൻ ആശുപത്രി ഒഴിയണമെന്ന് നിരവധി തവണ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ കമാൽ അദ്വാൻ ഒഴിയാൻ ഹുസാം അബു സഫിയ കൂട്ടാക്കിയില്ല. വ്യോമാക്രമണം നടത്തുന്നതിനിടെ പ്രദേശത്തെ ഫലസ്തീനികൾക്കുള്ള ഭക്ഷണവും വെള്ളവും ഇസ്രായേൽ നിർത്തലാക്കി. ഷെല്ലാക്രമണം നടത്തി നൂറുകണക്കിന് സാധാരണക്കാരെയും കൊന്നൊടുക്കി. മേഖലയിലെ ആശുപത്രികളെയും ഉപരോധം വിനാശകരമായി ബാധിച്ചു. ഒക്ടോബർ അവസാനം ഇസ്രായേൽ സൈന്യം ആശുപത്രിയിലേക്ക് ഇരച്ചു കയറുകയും 44 ജീവനക്കാരെ തടവിലാക്കുകയും ചെയ്തു. ഇക്കൂട്ടത്തിൽ അബു സഫിയയെയും അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് വിട്ടയച്ചിരുന്നു. അന്ന് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ 21കാരനായ മകൻ ഇബ്രാഹിമിനെ ആശുപത്രി ഗേറ്റിൽ കൊലപ്പെടുത്തി. ആശുപത്രി വിടാൻ വിസമ്മതിച്ചതിന് ശിക്ഷയായ മകനെ കൊലപ്പെടുത്തിയെന്നായിരുന്നു അബു സഫിയയുടെ പ്രതികരണം. ആശുപത്രി വളപ്പിലെ താൽക്കാലിക ശ്മശാനത്തിൽ മകനെ കബറടക്കുകയും ചെയ്തു. ഉപരോധത്തിനിടയിലും അബു സഫിയെ പോലുള്ള ഏതാനും ഡോക്ടർമാരും കുറച്ച് നഴ്സുമാരും ഉൾപ്പെട്ട മെഡിക്കൽ സംഘം ഇസ്രായേൽ സൈന്യത്തിന്റെ ആവർത്തിച്ചുള്ള ഉത്തരവ് നിരസിച്ച് ആശുപത്രിയിൽ തുടർന്നു. ദിവസേന ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് വീഡിയോയിലൂടെ ലോകത്തെ അറിയിച്ചു. ആക്രമണം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര ഇടപെടലിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ഹുസാം അബു സഫിയ. നവംബർ 23 ആശുപത്രിക്ക് നേരെയുള്ള ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തു കടക്കവെയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. തൊടയിലേറ്റ ഗുരുതരമായ പരിക്ക് കാരണം സിരകളിലും ധമനികളിലും വിള്ളലുകളുണ്ടായി. ഇതൊന്നും അദ്ദേഹത്തെ തടയാൻ പര്യാപ്തമായിരുന്നില്ല. ഇതൊന്നും ഞങ്ങളെ തടയില്ല. എൻ്റെ ജോലിസ്ഥലത്ത് എനിക്ക് പരിക്കേറ്റത് ഒരു ബഹുമതിയാണ്. എൻ്റെ രക്തം എൻ്റെ സഹപ്രവർത്തകരെക്കാളും ഞങ്ങൾ സേവിക്കുന്ന ആളുകളെക്കാളും വിലപ്പെട്ടതല്ല. സുഖം പ്രാപിച്ചാലുടൻ ഞാൻ എൻ്റെ രോഗികളുടെ അടുത്തേക്ക് മടങ്ങും എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞത് വെറും വാക്കുകളായിരുന്നില്ല. നിലവിൽ ഇസ്രായേലിൻ്റെ തടങ്കൽ പാളയത്തിലാണ് ഡോക്ടർ ഹുസാം അബു സഫിയ എന്നാണ് റിപ്പോർട്ടുകൾ. കമാൽ അദ്വാനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിടികൂടിയ ശേഷം പിന്നീട് പുറം ലോകം കണ്ടിട്ടില്ല അദ്ദേഹം. അതിക്രൂരമായ ഇസ്രായേൽ മുറകൾക്ക് പേരുകേട്ട തടങ്കൽ പാളയത്തിൽ ഡോക്ടർ ഹുസാം അബു സഫിയ തുടരുന്നത് ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. മനുഷ്യാവകാശ സംഘടനകളടക്കം അദ്ദേഹത്തിന്റെ മോചനം ആവശ്യപ്പെടുമ്പോൾ ഹമാസ് തീവ്രവാദി എന്ന പതിവ് വാദങ്ങൾ നിരത്തുകയാണ് ഇസ്രായേൽ.